So here is the first question. The Indian Standard Code of Practice for plain and reinforced concrete is ഏതാണ്? IS 456 ആണോ സർ? Yes, option C, IS 456. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. IS 456 2000 ആണ് നമ്മുടെ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റിന്റെ ഡിസൈനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത്. Then M20 grade concrete implies that the strength of 15 centimeter cubes at 28 days of curing shall be. What do you mean by M20 grade? Whether it is 20 kilogram per centimeter square, kilogram per meter square, Newton per mm square, or kilonewton per mm square. What do you mean by M20 grade? 20 Newton per mm square. Yes, it is 20 Newton per mm square. Like, it is a characteristic compressive strength which is expressed in Newton per mm square or MPa. Newton per mm square എന്ന് പറയുന്നത് വേറെതാണ് megapascal അല്ലെ, MPa എന്ന് പറയുന്നത്. Then the nominal mix of cement concrete corresponding approximately to the grade of M20. M20 ഗ്രേഡിന് മാച്ച് ആവുന്ന മിക്സ് പ്രൊപ്പോർഷൻ ഏതാണ് ഇതിനകത്ത്? 1:4:8, 1:1.5:3, 1:2:4, 1:3:6. ഏതാണ് ഡിഫറെന്റ് മിക്സ് പ്രൊപ്പോർഷൻസ്? നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. M5, M7. 1:2:4. No, it is M15. ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിക്സ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. M5 മുതൽ M25 വരെ. M25 എന്ന് പറയുന്നത് 1:1:2 ആണ്. This is 1:1.5:3. This is 1:2:4. And this is 1:3:6. And this is 1:4:8. And this is 1:5:10. Okay, so option B, 1:1.5:3 is the correct answer. Okay, 1:4:8 എന്ന് പറയുന്നത് it is M7.5 ആണ്. 1:2:4 എന്ന് പറയുന്നത് M15 ആണ്. 1:3:6 എന്ന് പറയുന്നത് M10 ഗ്രേഡ് ആണ്. Okay, clear? Okay sir, clear. Yeah. Then IS has specified the full strength of concrete after. So what is the grade of concrete indicates, or what is the characteristic compressive strength defined by IS 456? The full strength of concrete or concrete cube will achieve 7 days, 14, 28, 21 days. Sir, full strength 7 days ആണോ? 7 days? No. 28. Yes, it is 28 days. അല്ലേ? നമ്മൾ ക്യൂബ് ടെസ്റ്റ് ചെയ്യുന്നത് ഫൈനൽ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 28 ഡേയ്സിലാണ്. സോ നമ്മൾ നോർമലി നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്ട്രെങ്ത് ഏജ് എന്ന് പറയുന്നത് 3, 7, 28 ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ 100% സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാന്നുള്ള കണ്ടീഷൻ വരുന്നത് 28 ഡേയ്സിലാണ്. 7 ഡേയ്സിൽ 70% ആണ്. അറൌണ്ട് തിയററ്റിക്കലി ഇറ്റ് ഈസ് 2/3 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ട്രെങ്ത്. പ്രാക്ടിക്കലി മേ ഗെറ്റ് 70%. ദിസ് ഈസ് 40%. സോ ഇങ്ങനെയാണ് നമുക്ക് വരിക. 3 ഡേയ്സിൽ 40, 7 ഡേയ്സിൽ 70, 28 ഡേയ്സിൽ 100%. Then the minimum grade of concrete used for RCC work. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് എക്സ്പോഷർ കണ്ടീഷൻസ്, ഇവിടെ ഏത് എക്സ്പോഷർ കണ്ടീഷനാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കറിയാം മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം. അപ്പൊ അതിൽ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻസിലാണ് അതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിൽ ഏറ്റവും മിനിമം വാല്യൂ വന്നിട്ടുള്ളത്. സോ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് എ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ. ഏതാണ് അപ്പോൾ? M20 ആണോ സർ മിനിമം ഗ്രേഡ്? യെസ്, ഇറ്റ് ഈസ് M20 ഗ്രേഡ് ആണ്. M20 ഗ്രേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. RCC, ജനറൽ RCC വർക്ക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് M20 ഗ്രേഡ് ആണ്. അത് പണ്ട് കാലത്ത് M15 ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് M20 ആണ്. ഓക്കെ, ദെൻ a certain RC structure has to be constructed along a sea coast. അതായത് ഇവിടെ എക്സ്പോഷർ കണ്ടീഷൻ നമ്മളോട് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ സീ കോസ്റ്റ് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. So what is the minimum grade of concrete to be used as per IS 456 2000? അപ്പൊ ഇത് ഈ സീ കോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മൈൽഡും മോഡറേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ കരയിലുള്ള കൺസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കോസ്റ്റൽ ഏരിയയിലേക്കുള്ള കൺസ്ട്രക്ഷനിലേക്ക് എത്തുകയാണ് നമ്മൾ. സോ വാട്ട് ഈസ് ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ എന്താ പറയാ സിവിയർ കണ്ടീഷൻ? സിവിയർ കണ്ടീഷനിൽ ഏതാ? M20 ആണോ സർ? No, that is for mild. Minimum grade, yeah. It is starting from mild. Okay, that is M20. അതാണ് നമ്മൾ പറഞ്ഞ RCC, ജനറൽ RCC വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കരയിലുള്ള കൺസ്ട്രക്ഷൻ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ജനറൽ RCC എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ സാധാരണ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് M20 ഗ്രേഡ് വെച്ചിട്ടാണ്. ഓക്കെ,
So M20, then moderate ആകുമ്പോൾ M25, severe ആകുമ്പോൾ M30, very severe M35 and extreme condition M40 grade. ഇനി പറയൂ ഏതായിരിക്കും സി കോസ്റ്റിൽ റിലേറ്റ് ചെയ്യുന്ന ആൻസർ? M30 not less than M30. ഏതാ? M30 not less than M30. Yes, it is not less than 30. കാരണം എക്സ്ട്രീം കണ്ടീഷനിൽ, സോറി നോട്ട് എക്സ്ട്രീം, സിവിയർ കണ്ടീഷനിൽ നമ്മൾ മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് M30 ആണ്. മിനിമം ഗ്രേഡ് ഈസ് M30. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ M30. നമ്മുടെ ഓപ്ഷൻ ഡി നോക്കൂ, ലെസ് ദാൻ 45 ആൻഡ് മോർ ദാൻ 30. അവിടെ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 30 എന്നുള്ള കണ്ടീഷൻ ഒക്കെയാണ്, പക്ഷെ ലെസ് ദാൻ 45 ആവണമെന്ന് നമ്മളോട് എവിടെയും പറയുന്നില്ല. നമ്മളെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് മിനിമം ഗ്രേഡ് ആണ്. നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ആണ് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഗ്രേഡ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈവൻ ദോ ഇപ്പൊ നമ്മുടെ മൈൽഡ് കണ്ടീഷനിലാണെങ്കിൽ കൂടി, നമ്മൾ M20 ആണ് നമ്മൾ RCC ജനറൽ വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ കൂടി, ചില സമയത്ത് നമ്മൾ M25-ലും 30-ലൊക്കെ വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അപ്ലിക്കേഷൻ. നമ്മൾ എന്താണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, സാധാരണ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഇതൊക്കെ തന്നെ നമുക്ക് M20 മതിയാവും. ആ സെയിം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ചിലപ്പോൾ കോളത്തിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ M25 ഗ്രേഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ഫ്ലോറിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 25, 30 പോലുള്ള ഗ്രേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഗ്രേഡ് ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ. Then what is the minimum cement content in RCC as per IS 456? Again, here also they have not mentioned the exposure condition. പക്ഷെ നമുക്കറിയാം മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട വാല്യൂ ഇതാണ്, ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം മൈൽഡ്. കാരണം മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, മിനിമം സിമെന്റ് കണ്ടന്റ് എന്ന് പറയുന്ന വാല്യൂ ഏറ്റവും കുറവുണ്ടാവുന്നത് മൈൽഡ് കണ്ടീഷനിലായിരിക്കും. കാരണം വാട്ടറുമായിട്ടുള്ള അഫിനിറ്റി കൂടുന്ന കൺസ്ട്രക്ഷനിൽ നമുക്ക് സിമെന്റ് കണ്ടന്റും ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഒബ്വിയസ്ലി അതുപോലെ തന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ RCC-യിൽ ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ പ്രകാരം RCC-യിൽ നമുക്ക് മൈൽഡ് കണ്ടീഷനിൽ നമുക്ക് വേണ്ട മിനിമം സിമെന്റ് കണ്ടന്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 200 ആണോ സർ? എത്ര? 200. No. That is not sufficient. It is 300 ആണ്. 300 kilogram. This is not centimeters cube. It is meter cube. Okay. 300 kilogram per meter cube. ഇനി ഏതൊരു കണ്ടീഷൻസിലും IS 456 റെക്കമെൻഡ് ചെയ്യുന്ന മാക്സിമം സിമെന്റ് കണ്ടന്റ് ഉണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ്? ഒരു M³ മാക്സിമം സിമെന്റ് ഫോർ 1 M³. ഒരു M³ കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IS 456 റെക്കമെൻഡ് ചെയ്യുന്ന മാക്സിമം സിമെന്റ് കണ്ടന്റ്, മിനിമം ഇറ്റ് ഈസ് 300 ഫോർ മൈൽഡ്. Then what is the maximum cement content? Any idea? ഇതും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാക്സിമം സിമെന്റ് കണ്ടന്റ് how much it is? Any idea? No idea sir. Okay, it is 450 kilogram per meter cube ആണ്. Okay, 450 kilogram per meter cube. ഈ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. രശ്മി അല്ലാതെ ഇപ്പൊ ആരെങ്കിലും വേറെ ജോയിൻ ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ? Lakshmi, anybody else? പ്രണവ് ഉണ്ടോ സർ? പ്രണവ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഓക്കെ, ഞാനെന്ന് വെച്ചാൽ എനിക്ക് സ്ക്രീനിൽ മീൻസ് ഇവിടെ സ്ക്രീൻ ഷെയറിംഗ് ഫുൾ ആയതുകൊണ്ട് എനിക്ക് പാർട്ടിസിപ്പൻസിനെ കാണാൻ പറ്റുന്നില്ല. പ്രണവ്, ആർ യു ഫോളോയിങ്? അതായത് ആൻസർ പറയൂ കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ പറയണം. കാരണം ഞാൻ ആദ്യം രശ്മിയോടെ കയറിയതുകൊണ്ടാണ് രശ്മിയോട് ചോദിക്കുന്നത്. കാരണം അടുത്ത ആള് കയറിയതിന് എനിക്ക് നോട്ടിഫിക്കേഷൻ പോലെ മറ്റേ നിങ്ങൾ കയറുമ്പോൾ ഇത് വരുന്നില്ലേ, ആ ഒരു ലിങ്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചത്. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല പാർട്ടിസിപ്പൻസിനെ. അപ്പോ ഇയാള് സിവിലാണോ മെക്കാനിക്കലാണോ? ഓക്കെ, അപ്പൊ ഒന്ന് നോക്കൂ, മീൻസ് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്നോട് ചോദിക്കണം. ഓക്കെ, fine. Then minimum number of test specimen required at each age for finding the compressive strength of concrete. Compressive strength of concrete. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റിന്റെ compressive strength നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 സെന്റിമീറ്റർ. ഓക്കെ, 15 സെന്റിമീറ്റർ ക്യൂബ് പ്രിപ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ നമ്മൾ 10 സെന്റിമീറ്ററിന്റെ ക്യൂബ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. രണ്ട് സൈസിലുള്ള ക്യൂബ് പ്രിപ്പയർ ചെയ്യും, 15 and 20, which is depending upon the aggregate size. അഗ്രിഗേറ്റ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ 15 സെന്റിമീറ്റർ വേണോ
10 cm വേണമെന്ന് തീരുമാനിക്കുന്നത്. 15 cm ക്യൂബ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ we can use 20 mm aggregate as maximum size. Okay. Similarly, 10 cm ക്യൂബ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ we need to restrict 12.5 mm aggregate as maximum size. So this is the difference. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് നമ്മൾ 15 cm 10 cm ക്യൂബ് പ്രിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ റീസൺ. നമ്മൾ യൂസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ 15 വേണോ 10 വേണോ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ എനിവേ ഇപ്പൊ നോർമലി ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 15 cm ക്യൂബ് ആണ് നമ്മൾ സാധാരണ ചെയ്യുക. കാരണം RCCക്ക് വേണ്ട മാക്സിമം അഗ്രിഗേറ്റ് സൈസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും 20 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 15 cm ക്യൂബ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ how many numbers required for testing at each age? ഞാൻ പറഞ്ഞു 3 ഡിഫറെന്റ് ഏജിലാണ് നമ്മൾ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് മെഷർ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് 3 days, 7 days ആൻഡ് 28 ഡേയ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 3, 7 ആൻഡ് 28. അപ്പോൾ ഓരോ ഏജിലും നമുക്ക് വേണ്ട നമ്പർ ഓഫ് സ്പെസിമെൻ എത്രയാണ്? ഓർ ഹൗ വിൽ യു മെഷർ or find the compressive strength as this value for 3 days or 7 days? ഒരു സിംഗിൾ സ്പെസിമെൻ ആണോ, അല്ലെങ്കിൽ 3 ആണോ, 6 ആണോ, 9 ആണോ, 12 ആണോ? എത്ര നമ്പേഴ്സ് വേണം നമുക്ക്? Sir, 3 numbers ആണോ? യെസ്, ഇറ്റ് ഈസ് 3 നമ്പേഴ്സ് ആണ്. 3 മിനിമം നമ്പർ ഓഫ് എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ ആവറേജ് ആണ് നമ്മൾ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത്. സോ യു ക്യാൻ സീ ദ ക്ലോസ് ഫ്രം ദി IS 456. The test results of the sample shall be the average of the strength of 3 specimens. Okay, 3 specimen strength ആണ് നമ്മൾ എടുക്കുന്നത്, അതിന്റെ ആവറേജ്. Then another thing is the individual variation should not be more than plus or minus 15%. That is very important. This term acceptance criteria എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ ഒരു 3 സ്പെസിമെൻ ഉണ്ടായാൽ മാത്രം പോരാ, ഇൻഡിവിജ്വൽ സ്പെസിമെൻ തമ്മിലുള്ള റിസൾട്ടിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് it should not be more than or less than plus or minus 15% of the average. If more, the test results of the sample are invalid. So that is also very important as per IS 456. Then, so this is already we discussed. Normally the compressive tests are conducted on cubes at the ages of, what is the answer? 3, 7, 4, 3, 7, 28 ആണ് sir. Yes, Option 3, 7 and 28. Yeah, 3, 7 and 28. Correct. Then the maximum applied load on a cylindrical concrete specimen of diameter 150 mm and length 300 mm tested as per the split tensile strength test. Guidelines of IS of 5816 1999 is 157 kilonewton. So you need to calculate the split tensile strength in megapascal. Okay, this is not required. This is a gate question. I think it's a previous gate question. പക്ഷേ നമുക്ക് ഈ നമ്മുടെ ടോപ്പിക് ആയിട്ട് റിലവന്റ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു. കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് 3 രീതിയിൽ, ഡയറക്റ്റ് ടെൻഷൻ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, മീൻസ് കോൺക്രീറ്റ് ടെക്നോളജി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So how will you find the split tensile strength? Split tensile strength. Okay. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് 2p/πd into L. ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ 2 into P is given 157 kilonewton ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള, നമ്മളോട് ചോദിച്ചിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് MPA വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. ഓൾസോ നമുക്ക് തന്നിട്ടുള്ള ഡയമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് mm ആണ്. സോ യു ക്യാൻ യൂസ്, ഇതിനെ നമുക്ക് ന്യൂട്ടണിലേക്ക് മാറ്റാം. കാരണം മെഗാ പാസ്കൽ എന്ന് പറഞ്ഞ ഇവിടെ മേലെ നമുക്ക് ന്യൂട്ടൺ വേണം. അപ്പോൾ നമ്മൾ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ പൈ ഇൻറ്റു ഡി, ഡയമീറ്റർ ഈസ് 150 and length is 300. What is the value? Please find out. What is the split tensile strength? B.
Yes, it is option B, 2.2 ആണ് 3 MPa. Okay, 2.2 MPa is the correct answer. Fine. അത് രശ്മി ചെയ്താൽ മതി, വർക്ക്ഔട്ട് ചെയ്താൽ മതി, ടൈം എടുത്ത് ചെയ്താൽ മതി, നോ ഇഷ്യൂ. Okay. Yeah. Then the tensile strength of concrete is maximum in. ഏതിലാണ് നമുക്ക് കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലുള്ളത്? അഗൈൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോൺക്രീറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി അല്ലെ? അപ്പൊ അവിടെ ചോദിച്ചിട്ടുള്ളത്, അവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? കോൺക്രീറ്റിന്റെ ക്യൂബ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, സിലിണ്ടർ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, റൈറ്റ്? അതുപോലെ ഫ്ലെക്സുറൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ടെൻസൈൽ സ്ട്രെങ്ത്തുകൾ മാത്രമാണ്. ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ഫ്ലെക്സുറൽ സ്ട്രെങ്ത്. ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ആണോ? No. It is maximum in flexural strength ടെസ്റ്റിലാണ്. ഓക്കെ, ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തിലാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഫ്ലെക്സുറൽ എന്ന് പറയുന്ന ബീം ടെസ്റ്റ്. അതെ, ബീം ടെസ്റ്റ്. ഓക്കെ, ബീം ടെസ്റ്റ് തന്നെ. So here you have what is the standard size of that particular beam? എത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 15x15x50 ആണോ, 60 ആണോ, 70 ആണോ, 75 ആണോ? ഓപ്ഷൻ സി ആണോ സർ? 50x50x70. ഓപ്ഷൻ സി 15x15x70 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. അഗൈൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 15x15 ക്രോസ് സെക്ഷൻ ഉണ്ട്. വി ക്യാൻ ഓൾസോ യൂസ് 10x10. ഓക്കെ, അതായത് നമുക്ക് സാറ് വേറൊരു സൈസും കൂടെ പറഞ്ഞില്ലേ, 50x50x75 എന്തോ ഒരു സൈസും കൂടെ. 75 ആണോ? അല്ല, 75 ഇല്ല. നമുക്ക് 15x15x70യും 10x10x50 ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അഗൈൻ ഇവിടെയും നമുക്ക് അഗൈൻ അഗ്രിഗേറ്റിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് 15 സെന്റിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്, മറ്റേ ബീമിന്റെ മോൾഡിന്റെ സൈസ് യൂസ് ചെയ്യുന്നത് അഗൈൻ 20 mm അഗ്രിഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ 10 ആവുമ്പോൾ നമ്മൾ 12.5 നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ, ആ വ്യത്യാസമേ ഉള്ളൂ. ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 40 ആയിരിക്കും, 40 സെന്റിമീറ്റർ. ഓക്കെ, ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് 60 ആണ്, 60 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. Yeah. Then, at what stress does the first flexural crack appear in RCC beams made of M25 grade concrete? Flexural crack appear. So you need to find the tensile strength of concrete, but you have given only the concrete grade. So how will you calculate the tensile strength of concrete if you have given the grade of concrete? The meaning, question the meaning in another. At what stress does the first flexural crack appear in RCC beam? That means നമ്മൾ എപ്പോഴാണ് ഒരു ഫ്ലെക്സുറൽ ക്രാക്ക് അപ്പിയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ് എത്രയാണ്? ദാറ്റ് ഈസ് എ ടെൻസൈൽ സ്ട്രെങ്ത്. ഫ്ലെക്സുറൽ ക്രാക്ക് അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലെക്സുറൽ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ആണ് അല്ലെ? അപ്പൊ ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 4.5 ആണോ സർ? ഏതാ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ എങ്ങനെയാണ് അത് കിട്ടിയത്? So we have a relation between the tensile strength of concrete. There is an empirical relation between the concrete tensile strength and the grade of concrete. What is that? നമ്മുടെ ഡിസ്കഷന്റെ സ്റ്റാർട്ടിംഗിലെ സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. The relation between FCR is equal to എന്ന് പറഞ്ഞിട്ട് FCR is equal to 0.7 root FCK. So this is the relation. Okay, as per IS 456, FCR is equal to 0.7 root FCK. So 0.7 into what is root FCK? FCK is 25. Okay, so 0.7 into 5. grade അല്ല നമുക്ക് തരുന്ന ഗ്രേഡ്. അതെ. It is 3.5 MPa. Okay, so it is 3.5. കാരണം നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയണം. എന്താണ് ഇവിടെ ചോദിച്ചത്? ഇപ്പൊ ഇയാൾ രശ്മി ചോദിച്ച പോലെ എന്താണ് ഈ ക്വസ്റ്റിന്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 0.7 റൂട്ട് എഫ് സൈക്കിൾ റിലേഷൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും, പക്ഷെ ഇത് എവിടെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഓക്കെ, സോ അറ്റ് വാട്ട് സ്ട്രെസ് ഡസ് ദ ഫസ്റ്റ് ഫ്ലെക്സുറൽ ക്രാക്ക്? ദാറ്റ് മീൻസ് ആഫ്റ്റർ റീച്ചിങ് ദ പീക്ക് ലോഡ്. ഓക്കെ, കോൺക്രീറ്റിന്റെ പീക്ക് ലോഡ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ആ മാക്സിമം ലോഡ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്?
ക്രാക്ക് ഫോം ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ ഫ്ലെക്സുറൽ ക്രാക്ക്? ഫസ്റ്റ് ക്രാക്ക്, ഫ്ലെക്സുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടെൻഷൻ.